നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല. ഹലോ, എന്തൊക്കെയുണ്ട്? ഒരു സുഖമില്ല എന്റെ മുസക്ക. വിലക്കയറ്റും മുഷ്ണും അങ്ങനെ പ്രശ്നങ്ങൾ പലതല്ലേ. അല്ല, ഐക്കോറുണ്ട്, എടുക്കട്ടെ? ഓ ഐക്കോറൊന്നും വേണ്ട. എന്താ? ഭയങ്കര വിലയല്ലേ. അല്ല, നിങ്ങൾ സ്ഥിരമായിട്ട് ഐക്കോർ വാങ്ങുന്ന ആളല്ലേ ഇനിയോ? അതൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പത്തെ വിലക്ക് താങ്ങാൻ ഒക്കൂല. മീന് മാത്രല്ലല്ലോ, സകല സാധനങ്ങൾക്കും ഭയങ്കര വിലയല്ലേ. അതുകൊണ്ട് അയില വാങ്ങി തിന്നുമ്പോ ആക്കുറേന്ന് വിചാരിച്ചാണ് സമാധാനിച്ചാളും. നിങ്ങൾ 50 റുപ്യ കയ്യിലെടുക്കി. ആയിക്കോട്ടെ. അല്ല, നിങ്ങളൊക്കെ പേരിൽ തെങ്ങുമ്മ കയറാൻ ആരെ കിട്ടല്? തെങ്ങുമ്പോ കയറാനൊക്കെ ഇപ്പത്തെ കാലത്ത് ആരെ കിട്ടാൻ എന്റെ പൊന്നാര മുസക്ക. തേങ്ങ താഴെ പോകുമ്പോ ചെന്നങ്ങോട്ട് പെറുക്കും. അതാ ഇപ്പത്തെ രീതി. ഇനിയിപ്പോ തെങ്ങുമ്പോ കയറാൻ ആളെ കിട്ടിയത് വിചാരിക്കാം, ഭയങ്കര കൂലിയല്ലേ. അമ്മാരി പണിയല്ലോ അവർക്ക്. ഓ എന്ത് പണി? അത് കാലുമ തളപ്പെട്ട് ഇങ്ങനെ ചാടി ചാടി കയറുന്ന സിമ്പിൾ പണിയല്ലേ, ഈസി അല്ലേ. എന്നാ പിന്നെ നിങ്ങൾ എന്തിനാ തേങ്ങ വീയാൻ കാത്തിക്കണേ? തളപ്പെട്ടാണ്ട് കേറിക്കൂടെ, ഈസി അല്ലേ? അല്ല അത് പിന്നെ പാടാണല്ലേ? ലേശം പാടാ. പാടാണ്. നമ്മൾ ഏതെങ്കിലും ഒരാളെ സംഘടിപ്പിക്കട്ടെ കേട്ടോ. എന്നാ ശരി, പിന്നെ കാണാം. ശരി. ഞാൻ രാജേട്ടാ, നമ്മളെ തേങ്ങലിക്കണ കുമാരനെ കണ്ടി നിങ്ങള്? ഓന് രാവിലെ തന്നെ വേരെങ്കിലും സെബാസ്റ്റ്യൻ കാർ കയറ്റി കൊണ്ടുവന്നുണ്ട്. അതിന് തേങ്ങ പറിക്കാൻ, അല്ലാണ്ട് എന്തിന്? അല്ല, ഓൻ ബെൻസിലൊക്കെ ഇപ്പൊ യാത്ര. ഓൻ ഹെലികോപ്റ്റർ കൊണ്ടുപോകാൻ ആളുണ്ട്. ഓനാണെങ്കിൽ മടുത്തിട്ട് അങ്ങോട്ടേ ഒളിച്ചോടി പോവാൻ നിൽക്കുക. തെങ്ങുമ്പോ കയറാൻ പെടുന്ന ഒരാളെ കിട്ടുക. കുമാരൻ അടുത്ത മാസം നോക്കണ്ട, കംപ്ലീറ്റ് ബുക്കിംഗാ. ഭയങ്കര കഷ്ടാണല്ലോ. ഇക്കണക്കിന് പോയ തേങ്ങക്ക് വേണ്ടി തെങ്ങ് മുറിക്കേണ്ടി വരൂ. അത് വേണ്ടി വരൂ. ഈ തെങ്ങുമ്മ കയറുന്നവർക്കൊക്കെ 6 പാക്കാ. ഈ ജിമ്മിൽ പോണതിനൊക്കെ പകരം ചെറുപ്പക്കാർക്ക് തെങ്ങുമ്മ കയറിയാൽ മതി. 6 പാക്ക് ആവും, പൈസയും കിട്ടേനി. എന്നാ പിന്നെ മൂസ കയറിക്കോ. അല്ലോ, ഞമ്മക്ക് എന്തിനാ 6 പാക്ക് മീമക്കായി? പഠിച്ചോനെ, തെങ്ങിന് എന്തിനു ഇത്ര അകരം കൊടുത്തേ പഠിച്ചോനെ? ചിലപ്പോ തേങ്ങൽക്കാർക്ക് ജീവിക്കാൻ ഒരു വകുപ്പിന് വേണ്ടി ആവും. അതേക്കും പഠിച്ചോൻ വിചാരിച്ചിട്ടുണ്ടാവേ. എന്നാ പോട്ടെ. ശരി ശരി.